ജാതി പറഞ്ഞ് പോരടിച്ചാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോവും. പറയുന്നത് ആരാ? സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സാറ്. സുകുമാരൻ നായർ സാറ് ഈ വഴിക്കേ വരണ്ട, ഇവിടെ ആരും കാണാനും ഇരിക്കുന്നില്ല, നിങ്ങളെ വിട്ട് കാണുകയും വേണ്ട, വാതിലടച്ചു കുറ്റിയിട്ട് പൂട്ടി താക്കോലും ഉണ്ടെന്ന് കായലിൽ കളഞ്ഞു എന്ന് പറഞ്ഞിട്ടും എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞിട്ടും എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാം എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. അങ്ങനെയാണോ വരിയെന്നറിയത്തില്ല. പഴയ കാലത്തെ മലയാളം പാട്ടിലെ വരിയെ അന്വർത്ഥമാക്കും വിധം എങ്കിലും എൻ്റെ സുകുമാരൻ നായരെ എന്ന് പറഞ്ഞ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സ്നേഹത്തിൻ്റെ കൈകൾ ആ പാലം അങ്ങോട്ടേക്ക് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അത് വേണ്ടാന്ന് സുകുമാരൻ നായർ സാർ വെറുതെ പറഞ്ഞതല്ല. ആ സമൂഹത്തിൽപ്പെട്ടവർക്ക് ഈഴവ സമുദായത്തെ അംഗീകരിക്കാമെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ സാറിനെ അംഗീകരിക്കുന്നതിന് ഒരു തരത്തിലും ആവില്ല എന്നുള്ളത് ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെയും വ്യക്തിപരമായും ഒക്കെ എന്നോട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ സന്ദർഭത്തിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടർ ബോർഡ് കൂടിയപ്പോൾ ആ ഡയറക്ടർ ബോർഡിലേക്ക് പറഞ്ഞു വിട്ട ഭർത്താക്കന്മാരെ എല്ലാം അവരവരുടെ വീടുകളിൽ നിന്ന് ഭാര്യയും മക്കളും കൊച്ചുമക്കളും പറഞ്ഞു വിട്ടാൽ എന്താണെന്നറിയോ? സംഗതിയൊക്കെ പോയി ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങൊക്കെ നടത്തിയിട്ട് പോവാ, ഇവിടെങ്ങാണം ആ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കൂടുന്നെന്ന് തീരുമാനിച്ചിട്ടാ വരുന്നെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് വരെ പറഞ്ഞാണ് വിട്ടത്. അവരും അതുപോലെ തന്നെ അവിടെ വന്ന് പറഞ്ഞു. സുകുമാരൻ നായർ സാറ് നിന്നു. ആ പറയുന്ന പോലുള്ള സംഗതി അവസാനിച്ചു. എങ്കിലും വെള്ളാപ്പള്ളി നടേശൻ സാറിന് ആ മോഹം അവസാനിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ജാതി പറഞ്ഞ് പോരടിച്ചാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാറേ, ഒരിക്കലും അങ്ങനെ ജാതി തിരിഞ്ഞ് നിൽക്കരുത്. അതിന് ഈ മലപ്പുറത്തെ മറ്റവരെയൊന്നും പറഞ്ഞല്ല വേറൊരു ജാതി ഒന്നാകേണ്ടത്. ഇപ്പോൾ ദാണ്ടെ ഈ മുസ്ലിം വിഭാഗത്തിൽ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഒന്നാവുന്നതിന് ഹിന്ദുക്കളെ പറഞ്ഞിട്ടോ ക്രിസ്ത്യാനിയെ പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? അവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരം വിവാഹമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആദ്യം അനുവദിക്കണം. അതിന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം വെള്ളാപ്പള്ളി നടേശൻ സാറ് നടത്തണം. ഈ സ്ഥലം കിട്ടിയില്ലേ, വസ്തു കിട്ടിയില്ലേ, സ്കൂള് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നടന്ന് കള്ളം പറയുന്നതിനേക്കാൾ നല്ലത് മേലിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ആർക്കും ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ഏത് സമൂഹത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ ഇതിനാൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. അതിന് കരയോഗത്തിൻ്റെ പത്രികയോ അംഗീകാരമോ ഒന്നും നിങ്ങൾ വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈഴവ മാട്രിമോണി, നായർ മാട്രിമോണി എന്നൊക്കെ പറയുന്ന മാട്രിമോണി എല്ലാം കളഞ്ഞിട്ട് ഹിന്ദു മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി തുടങ്ങണം. എന്നിട്ട് ഈഴവയാണ്, നായരാണ്, പിന്നെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമാണ്, വിശ്വകർമ്മയാണ് എന്നൊക്കെ പറയുന്ന ആ സംഗതികൾ അവസാനിപ്പിക്കാൻ പറയണം. എന്നിട്ട് ഹിന്ദു ആണെന്ന് മാത്രം പൊതുവിൽ പറയണം. ഇപ്പം ഇസ്ലാം മതത്തിൽ കല്യാണം കഴിക്കുമ്പോൾ മുസ്ലിം ആണ് എന്ന് മാത്രമല്ലേ പറയാറുള്ളൂ. മുസ്ലിം മുജാഹിദാണ്, മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിയാണ്, മുസ്ലിം സുന്നിയാണ് എന്നൊന്നും എടുത്തു പറയാറില്ല, അത്രമേൽ രോഗമില്ലെങ്കിൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യണം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ഈ NSSൻ്റെ സ്ഥാപനങ്ങളിൽ അത് അവർ നോക്കിക്കോളും. SNDPയുടെ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ തൊഴിൽ നൽകണം. അത് പിന്നെ എന്താ പറയുക, റിസർവ്ഡ് കാറ്റഗറിയിൽപ്പെടുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായാലും അല്ലാത്തവരായാലും എല്ലാവർക്കും പിന്നെ ഈ പറയുന്ന തൊഴിലും ബാക്കിയുള്ള സംഗതികളും ഒക്കെ നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ വിവാഹബന്ധം എടുക്കുകയും ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒഴിവാക്കുകയും അക്ഷരാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷമാണെങ്കിലും അവിടെ ഇനി എല്ലാ ജാതിയെയും പിന്നെ ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഹിന്ദുമതത്തിലെങ്കിലും എല്ലാ ജാതിയെയും ചേർത്ത് പിടിക്കുന്ന ഒരാളായിട്ട്, അത് ഈ ഇലക്ഷൻ വരുമ്പം പത്മഭൂഷൺ വാങ്ങിച്ചിട്ട് BDJSൻ്റെ നേതാവായ മകനെ ചർച്ചയ്ക്ക് വിടാൻ സുകുമാരൻ നായർ സാറിൻ്റെ അടുത്തോട്ട് വിട്ടാൽ പുള്ളി ഇനിയും പറയും അത് തൊപ്പിയിലിരിക്കുകയാണ്. പുള്ളിക്കൊരു മിനിമം സംഗതിയൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഡൈവേർഷൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ എടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തോട്ട് എടുക്കാൻ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല. ഓരോ ആളുകൾ, ഇപ്പോൾ എനിക്കൊരു മേക്കുണ്ട്, അപ്പുറത്തിരിക്കുന്ന ആളിനൊരു മേക്കുണ്ട്, സുകുമാരൻ നായർ സാറിനൊരു മേക്കുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ സാറിനൊരു മേക്കുണ്ട്. നമ്മളെ ഈ മേക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ അതൊക്കെ ചെയ്താൽ ഇത് റെഡിയാവും. പിന്നെ ഹിന്ദുമതത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ സാറ് വ്യാപകമായി ഹിന്ദു സമുദായത്തിലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻ വാങ്ങാതെ സീറ്റ് കൊടുക്കണം.
ഈ ഡൊണേഷൻ വാങ്ങാതെ ജോലി കൊടുക്കണം. സാറിനറിയാവോ, ഈഴവ സമുദായത്തിൽപ്പെട്ട എത്രയോ ഗതികെട്ട ആളുകളുണ്ട്. അവർക്ക് SN സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാൻ തയ്യാറാവണം. അപ്പോൾ അവരുടെ മക്കളും അടുത്ത കുടുംബവുമൊക്കെ രക്ഷപ്പെടും. അപ്പോൾ എന്തു പറയും, സാർ ഈ പറഞ്ഞതുപോലെ അധോഗതിയിലാവത്തില്ല, അവർ പുരോഗതിയിലേക്ക് വരും. അതുകൊണ്ട് മേലിൽ ഈ പറഞ്ഞ വരുമാനം കുറവുള്ള, ഏറ്റവും കുറച്ച് വരുമാനമുള്ള ഞങ്ങളുടെ താണ്ട് ഇവിടെയൊക്കെ പോലെ ഒരു ഫിക്സഡ് തുക വെക്കണം. ഈ ഞങ്ങളുടെ TKM കോളേജുകളിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു മിനിമം തുക വെച്ച് അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും അതിൻ്റെ കൂട്ടത്തിലെ പ്രയാസപ്പെടുന്നവരെ എടുക്കുന്ന പോലെ ഈഴവ സമുദായത്തിൽ നിന്ന് അങ്ങനെ എടുക്കണം. അല്ലാതെ ലേലം വിളിക്കരുത് 75, 80, 90 എന്നും പറഞ്ഞ്. പിന്നെ ഇത്രയൊക്കെ രക്ഷപ്പെട്ടാൽ മതിയെങ്കിൽ ഇത് മതി. ഇനി കുറച്ചുകൂടെ രക്ഷപ്പെടണമെങ്കിൽ ബാറുകൾ, കള്ളുകൂടി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സംരംഭകരുണ്ടാവും, നല്ല കുടുംബങ്ങളുണ്ടാവും, നല്ല മക്കളുണ്ടാവും. ജീവിതത്തിൻ്റെ വരുമാനം ഈ കൊണ്ടുവന്ന് ബാറിലൊക്കെ മുടക്കി സാറിൻ്റെ കയ്യിൽ കിട്ടുന്ന പോലുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഘട്ടമായിട്ട് ഇത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി വളരെ തീവ്രമായ ഒരു യജ്ഞം നടത്തണം. അല്ല വെറുതെ സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ മുസ്ലിം വിരോധവും ക്രിസ്ത്യാനി വിരോധവും നായർ വിരോധവും ഈഴവ വിരോധവും ഒക്കെ ഉണ്ടായിട്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് സാർ അത്തരം ഒരു കാര്യമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ട്.